വെൽക്കം ടു നൈനാസ് കിച്ചൻ. ഞാൻ ഇന്നൊരു പുഡിംഗ് ആണ് ചെയ്യണത്. ഒരു സിമ്പിളായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ്. ഇതൊരു കോക്കനട്ട് മൂസ് പുഡിംഗ് ആണ്. അതായത് നമ്മൾ പീസായിട്ട് കട്ട് ചെയ്ത് കഴിക്കണതല്ല, ക്രീം പോലെ നന്നായിട്ട് ഇങ്ങനെ ക്രീമി ടെക്സ്ചറിലുള്ള ഒരു പുഡിംഗ് ആണ്. ഇത് ഫുള്ളായിട്ട് പീസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. ഇതാണെങ്കിൽ ഭയങ്കര എളുപ്പം ഉണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ്. അപ്പോൾ ഇതിന് എന്തൊക്കെ വേണം നോക്കാം. ആദ്യം തന്നെ ഒരു 400 ml ഞാൻ നമ്മുടെ മിൽക്ക് എടുത്തിട്ടുണ്ട്, നമ്മുടെ സാധാരണ ഫ്രഷ് മിൽക്ക്. പിന്നെ ഒരു 400 ml നമ്മൾ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഇത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ് വേണം. പിന്നെ 1.5 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ. ഇത് ഫ്ലേവർ ഒന്നുമില്ലാത്ത സാധാ ജെലാറ്റിൻ ആണ്. ഇത് 1.5 ടേബിൾ സ്പൂൺ വേണം. പിന്നെ 1 ടിൻ കണ്ടൻസ്ഡ് മിൽക്ക് വേണം. ഈ കണ്ടൻസ്ഡ് മിൽക്ക് നിങ്ങളുടെ മധുരത്തിൻ്റെ അളവ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. 3/4 ടിന്നാണെങ്കിലും ഒരു ആവറേജ് മധുരം ഉണ്ടാവും. ഞാനിപ്പോൾ 1 ടിൻ എടുത്തിട്ടാണ്. വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, കുറച്ച് മധുരം ഉണ്ടാവും. പക്ഷേ അപ്പം നിങ്ങളുടെ മധുരം അനുസരിച്ചിട്ട് കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ അളവ് അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്ക് 1/2 ടിൻ എടുത്തിട്ട് കുറച്ച് ഷുഗർ ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും സംഭവങ്ങളുകൊണ്ടാണ് നമ്മൾ ഈ മോസ് പുഡിംഗ് ഉണ്ടാക്കാൻ പോണത്. ഇത് ഭയങ്കര ക്യുക്കാണ്. ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ എടുത്ത് വെച്ച 1.5 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ ഇല്ലേ, അതിലേക്ക് ഒരു 1/4 കപ്പ് തണുത്ത വെള്ളം, നല്ല ഐസ് വാട്ടർ ഒഴിച്ചിട്ട് ഞാനിത് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് കുറച്ചൊരു ജെല്ലി ഫോമിലായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് മെൽറ്റ് ചെയ്തിട്ടാണ് നമുക്ക് സെറ്റിംഗ് ഏജൻ്റായിട്ട് യൂസ് ചെയ്യേണ്ടത്. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം. നിങ്ങളുടെ ജെലാറ്റിൻ്റെ അളവ് അനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് ഇത് ക്രീമി ആയിട്ട് കിട്ടുന്നത്. ഇപ്പം ഞാൻ 400 800 ml ഈ പുഡിംഗ് ഉണ്ടാക്കണം. എനിക്ക് നോർമലി കിട്ടണത് അൺഫ്ലവേർഡ് ജെലാറ്റിന് ഇങ്ങനത്തെ സാച്ചറ്റ്സ് ആയിട്ടാണ് കിട്ടുക. ഒരു ബോക്സിൽ ഇങ്ങനത്തെ 5 സാച്ചറ്റ്സ് ഉണ്ടാവും, അങ്ങനെയൊക്കെ കിട്ടാം. നോർമലി നമുക്ക് നല്ല പീസായിട്ട് കട്ട് ചെയ്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഏത് പുഡിംഗ് ആണെങ്കിലും 1/2 ലിറ്റർ അളവിന് ഈ ഒരു പാക്കറ്റ് ഇട്ടാൽ പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് കിട്ടും. പുഡിംഗ് കറക്റ്റ് ആയിരിക്കും, കൂടുതൽ സെറ്റ് ആവില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല കൺസിസ്റ്റൻസിയിൽ കിട്ടും. അപ്പോൾ നമുക്കിത് ക്രീമി ആയിട്ട് കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ അളവ് കുറച്ചെടുക്കുന്നത്. അപ്പോൾ ഇതും പിന്നെ ഒരു പാക്കറ്റിനെ കുറച്ചും കൂടി എടുക്കുമ്പോൾ ഇതിൻ്റെ 1.5 ടേബിൾ സ്പൂൺ ആവും. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. ഞാനിപ്പോൾ 400 ml എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ നാട്ടിലല്ല, അതുകൊണ്ട് എനിക്ക് കട്ടിയുള്ള പാല് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഈസ്റ്റേണിൻ്റെ കോക്കനട്ട് മിൽക്കാണ്. ഇത് നല്ല തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്കാണ്. അപ്പം നിങ്ങൾ നാട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നല്ല നാടൻ തേങ്ങ, നല്ല കട്ടിയിൽ അധികം തേങ്ങ എടുത്ത് പിഴിഞ്ഞ് നല്ല കട്ടിയുള്ള പാലെടുത്താൽ മതി. അതിന് എന്തായാലും ഒരു എക്സ്ട്രാ ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഞാൻ എളുപ്പത്തിന് ഇങ്ങനെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈക്വൽ എമൗണ്ട് ആയിരിക്കണം. 1/2 ലിറ്റർ ആണ് പാലെങ്കിൽ 1/2 ലിറ്റർ തന്നെ നമ്മുടെ കോക്കനട്ട് മിൽക്ക് കൊടുക്കുക, തേങ്ങാപ്പാൽ കൊടുക്കുക. ഇതിപ്പോൾ ഇങ്ങനെ ഒരു 400 ml കിട്ടുന്നതുകൊണ്ട് ഞാൻ പാലും ഈക്വൽ എമൗണ്ട് കിട്ടാൻ വേണ്ടി 400 ml എടുത്താണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് 1.5 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ പറയണത്. അപ്പോൾ നമ്മൾ എത്ര എമൗണ്ട് ആണ് പാലെടുക്കുക അത്ര എമൗണ്ട് തന്നെ കോക്കനട്ട് മിൽക്ക് കൊടുക്കുക. അതനുസരിച്ച് ജെലാറ്റിൻ്റെ അളവ് കൂട്ടിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് അധികം വേണമെന്നുണ്ടെങ്കിൽ 1/2 ലിറ്റർ വെച്ചിട്ട് എടുക്കാം. അപ്പോൾ ഈ 1.5 ടേബിൾ സ്പൂൺ എന്നുള്ള ജെലാറ്റിൻ ഉണ്ടല്ലോ, ഒരു 1.25 കുറച്ച് കൂടുതൽ എടുത്താൽ മതി. അപ്പോൾ 2 എത്തിക്കണ്ട, അപ്പോൾ കുറച്ച് നല്ല ഇതായി പോകും. അപ്പോൾ 1.5 എന്നുള്ളത് ഒരു 1.25 എടുത്താൽ മതി. അപ്പോൾ ജെലാറ്റിൻ്റെ അളവൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ മെഷർ അങ്ങനെ അഡ്ജസ്റ്റ് ആയിക്കോളും. അപ്പോൾ ഞാൻ ഈ 400 ml കണക്ക് പറഞ്ഞുകൊണ്ടാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കാരണം ഞാൻ 400 ml എടുക്കാൻ കാരണം എനിക്ക് ഇങ്ങനെ ടിൻ കിട്ടണോണ്ടാണ്. പിന്നെ നമുക്ക് ഇത് ഭയങ്കര എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് പാലിലേക്ക് ആദ്യം തന്നെ ഈ കോക്കനട്ട് മിൽക്ക് ഒഴിക്കാം. ഇത് നല്ല കട്ടിയുള്ള കോക്കനട്ട് മിൽക്കാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ എന്തായാലും നല്ല കട്ടിയിൽ അധികം വെള്ളം ഒഴിക്കാതെ തന്നെ തേങ്ങാപ്പാൽ എടുത്തിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോഴാണ് ഈ പുഡിങ്ങിന് നല്ല തേങ്ങാപ്പാലിൻ്റെ ഫ്ലേവറുള്ള നല്ല ടേസ്റ്റുള്ള പുഡിങ്ങാണ്. എത്ര സിമ്പിളായിട്ട് നമുക്കൊരു പുഡിങ് ഉണ്ടാക്കാമെന്ന് നിങ്ങളിത് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇപ്പം നമ്മൾ പാലും തേങ്ങാപ്പാലും നമ്മുടെ പാലും ഈക്വൽ എമൗണ്ട് ഉള്ളത് മിക്സ് ചെയ്ത് ഇനി 1 ടിൻ മിൽക്ക് മെയ്ഡ് എടുക്കാം. ഈ 1 ടിൻ മിൽക്ക് മെയ്ഡും കൂടി ഇതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ മിൽക്ക് മെയ്ഡ് ഒഴിക്കുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് അവിടെ ഇവിടെയൊക്കെ ഒരു ആയിട്ട് കിടക്കും. അപ്പം നമ്മൾ ജെലാറ്റിൻ ഒഴിക്കുമ്പോൾ ഈവനായിട്ട് എല്ലായിടത്തും ഒരേപോലെ വരില്ല. അപ്പോൾ മിൽക്ക് മെയ്ഡും നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക ഒരേപോലെ. നിങ്ങളൊരു പ്രത്യേക ഒരു കാര്യം ചെയ്യണം. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം റൂം ടെമ്പറേച്ചർ ആയിരിക്കണം. മിൽക്ക് മെയ്ഡിനും തണുപ്പുണ്ടാവാൻ പാടില്ല, കോക്കനട്ട് മിൽക്കിനും പാടില്ല, നമ്മുടെ പാലിനും പാടില്ല, ഒന്നിനും തണുപ്പുണ്ടാവാൻ പാടില്ല. ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ജെലാറ്റിൻ മിക്സ് ചെയ്ത് ചേർക്കുന്ന സമയത്തുണ്ടല്ലോ ജെലാറ്റിൻ അവിടെ ഇവിടെ കട്ടായി പോകും. ഇനി മിൽക്ക് മെയ്ഡും ഈവനായിട്ട് എല്ലായിടത്തും ഒരേപോലെ വരില്ല. അപ്പോൾ ഒരിക്കലും തണുപ്പുണ്ടാവാൻ പാടില്ല. ഇതെല്ലാം റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. ഇപ്പോൾ നമ്മൾ മിൽക്ക് മെയ്ഡും പാലും തേങ്ങാപ്പാലും ഈവനായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ അളവ് പറഞ്ഞ 1 ടീസ്പൂൺ വാനില എസൻസ് ഞാൻ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതും ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കാം.
നിങ്ങൾ പാല് തിളപ്പിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ആ പാല് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് അതും ഒന്ന് ചൂടാറിയിട്ട് വേണം ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാൻ. അല്ലെങ്കിൽ ചിലപ്പോൾ തേങ്ങാപ്പാല് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. പാല് തിളപ്പിച്ചൊന്ന് ഇതാക്കിയിട്ട് വേണം. ഇനി ഫ്രിഡ്ജിൽ വെച്ച് ചില ആൾക്കാർ തിളപ്പിക്കാതെ ഡയറക്റ്റ് ഒഴിക്കും. അങ്ങനെ ഒഴിക്കുന്നവരാണെങ്കിലും തണുപ്പാറിയിട്ട് വേണം. അപ്പോൾ റൂം ടെമ്പറേച്ചറിലാക്കിയിട്ട് വേണം ഇത് മിക്സ് ചെയ്യാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് ജലാറ്റിൻ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു. നമുക്ക് ജലാറ്റിന് മെൽറ്റ് ചെയ്യണം. നമ്മളിപ്പോൾ ഇവിടെ വെള്ളം ഒഴിച്ച് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ച ജലാറ്റിനാണ്. ഇത് നല്ല ചൂടുള്ള ബോയിലിംഗ് വാട്ടർ ഒഴിച്ചിട്ടാണ് ഞാനിത് മെൽറ്റ് ചെയ്യണം. ഇത് നമുക്ക് 2-3 മെത്തേഡ് വഴി മെൽറ്റ് ചെയ്യാൻ പറ്റും. ഒന്നില്ലെങ്കിൽ ഇങ്ങനെ മെൽറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്യാം. അതായത് കുറച്ച് വെള്ളം തിളപ്പിക്കാം, എന്നിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാൽ അപ്പം ഒന്ന് നമുക്കിങ്ങനെ ചൂടുവെള്ളം നന്നായിട്ട് നല്ല തിളക്കണ ബോയിലിംഗ് വാട്ടർ ഒഴിച്ചിട്ട് ഇങ്ങനെ മെൽറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾ പാല് തിളപ്പിക്കുന്ന സമയത്തുണ്ടല്ല ഇതുപോലെ സോക്ക് ചെയ്ത് ജലാറ്റിൻ അതിലേക്ക് ഇട്ടാൽ എളുപ്പം നമുക്ക് മെൽറ്റായി കിട്ടും. എന്നിട്ട് അത് ചൂടാറിക്കാണ്ട് ഇത് ആ പാൽ ഇതിലേക്ക് വെച്ച് മിക്സ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നല്ലോണം വെള്ളം തിളപ്പിക്കുക, ഡബിൾ ബോയിൽ ചെയ്യുന്ന പോലെ തന്നെ. എന്നിട്ട് ഈ സോക്ക് ചെയ്ത ജലാറ്റിൻ ആ തിളക്കണ വെള്ളത്തിന് മുകളിൽ വെച്ച് ജസ്റ്റ് ഇങ്ങനെ സ്റ്റിർ ചെയ്തുകൊണ്ടിരുന്നാൽ അത് ഉരുക്കി വരും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ജലാറ്റിൻ മെൽറ്റ് ചെയ്യാം. നിങ്ങൾ ജലാറ്റിൻ യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, തണുപ്പുള്ളതിലേക്ക് ഒഴിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് അങ്ങനെ ഒഴിക്കാൻ വേണ്ടല്ലോ. ഈ പ്രത്യേകിച്ച് മിൽക്ക് മെയ്ഡിന്റെ തണുപ്പുണ്ടെങ്കിൽ അവിടെ ഇവിടേക്ക് പോയി ജലാറ്റിൻ കിടക്കും. എന്നിട്ട് ഈവൻ ആയിട്ട് ഇത് സെറ്റായി കിട്ടൂല. എന്നിട്ട് അവിടെ ഇവിടേക്ക് ഇങ്ങനെ നൂല് പോലെ സെറ്റായിട്ട്, പണ്ടൊക്കെ ഞാൻ പുഡിങ് ഉണ്ടാക്കുമ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ പറ്റിയിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം അങ്ങനെ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇത് നന്നായിട്ട് മെൽറ്റ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് ഒഴിക്കാം. ഇപ്പോൾ നല്ല ഈവനായിട്ട് ആ ചൂടുവെള്ളം കൊണ്ട് തന്നെ ഇത് മെൽറ്റ് ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റിർ ചെയ്തിട്ടുള്ളൂ. നമുക്കിനി ഇത് ഇതിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തോളൂ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊരു സെറ്റ് ചെയ്യണ ഏതാണോ നിങ്ങളുടെ പാത്രം അതിലേക്ക് മാറ്റാം. നിങ്ങൾ എപ്പോഴും പുഡിങ് ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, പുഡിങ് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് അത് കവർ ചെയ്തിട്ട് വെക്കണം. കാരണം ഫ്രിഡ്ജിൽ നമ്മൾ ഒരുപാട് ഫുഡ് വെക്കണമെന്നാണ്. അപ്പോൾ അതിലേക്ക് സ്മെല്ല് പുഡിങ്ങിലേക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ ജലാറ്റിൻ കുറച്ച് യൂസ് ചെയ്യണോണ്ട് ഇത് സെറ്റ് ചെയ്ത് കിട്ടാനായിട്ട് കുറച്ച് സമയം എടുക്കും കേട്ടോ. അപ്പോൾ ഒരു മിനിമം ഒരു 6 hours എങ്കിലും വേണം. ഇത് ഫ്രീസറിൽ ഒരിക്കലും വെക്കരുത്. നിങ്ങൾ ഗസ്റ്റ് ഒക്കെ വരുന്ന ടൈമാണ് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പുഡിങ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് എന്തായാലും തലേ ദിവസം ഉണ്ടാക്കി വെച്ചാൽ മതി. പിന്നെ ഇത് കുറച്ച് സെറ്റായി കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഈ പുഡിങ്ങിന്റെ മുകളിൽ കോക്കനട്ട് മിൽക്ക് പൗഡർ ഇല്ലേ, നമ്മുടെ പാൽപ്പൊടി, തേങ്ങാപ്പാലിന്റെ, അതിങ്ങനെ കുറച്ചൊരു സ്റ്റെയിനറിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് കൊടുക്കുക. സ്റ്റെയിനർ ഇങ്ങനെ ആക്കി കൊടുത്താൽ ഇതിന്റെ മുകളിൽ ഒരു പകുതി സെറ്റായി കഴിയുന്ന സമയത്ത്, അതായത് ഒരു 3 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഇതൊന്ന് സെറ്റ് ആവും. ഇപ്പൊ ഇട്ടാൽ താഴ്ന്നു പോകും. അങ്ങനെ ഇട്ട് കൊടുത്താൽ ഇതിന്റെ മുകളിൽ ഒരു ഫിനിഷ് കിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇല്ലേ, ഉണക്ക തേങ്ങയുടെ പൊടി, നമ്മൾ തേങ്ങയുടെ കൊത്തെടുത്തിട്ട് അതിന്റെ കറുപ്പ് കളഞ്ഞിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചിട്ട് ചൂടാക്കിയാൽ തന്നെ നമുക്ക് ഉണക്ക തേങ്ങയുടെ പൊടി കിട്ടും. അത് നമുക്ക് ഉണ്ടാക്കി വെച്ചാൽ പല ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ അത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ എന്തിട്ട് വേണമെങ്കിലും നമുക്ക് ഇത് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു ഫിനിഷ് കിട്ടും. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെയാണ് ചെയ്യണത്. എന്നുവെച്ചാൽ എന്റെ മോൾക്ക് തേങ്ങാപ്പാൽപ്പൊടി ഇടുന്നത് ഇഷ്ടമില്ല, ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇടുന്നത് ഇഷ്ടമല്ല. അപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ തന്നെയാണ് സെർവ് ചെയ്യണം. നിങ്ങൾ ഗസ്റ്റ് ഒക്കെ വരികയാണെങ്കിൽ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ കോക്കനട്ട് മിൽക്ക് പൗഡർ നമ്മളൊരു അരിപ്പയിലിട്ടിട്ട് ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ജസ്റ്റ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് പകുതി സെറ്റ് ആകുമ്പോൾ മുകളിൽ വെച്ചിട്ട് ഒന്ന് വെതറിയിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാം. എനിക്ക് റെസിപ്പി പറഞ്ഞത് എൻ്റെ കസിനാണ്. ഞാൻ അവിടെ പോയി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾ എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഭയങ്കര എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മൂസ് പുഡിംഗ് ആണ്. പിന്നെ വീഡിയോയിൽ കുറേ മോളുടെ സൗണ്ടൊക്കെ കേട്ടിട്ടുണ്ട്. അത് വാവയുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്താലും സൗണ്ട് അങ്ങനെ അവൾ കരച്ചിൽ എന്തായാലും ഉണ്ടാവും. കുറച്ച് നേരം ഒരു 5 മിനിറ്റ് എടുത്തില്ലെങ്കിൽ മുപ്പത് കരയും. അതുകൊണ്ടാണ് കേട്ടോ, സോറി. അപ്പം നിങ്ങൾ വീഡിയോ എല്ലാവരും ട്രൈ ചെയ്യണം, ഷെയർ ചെയ്ത് നോക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങൾ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യണം. ഞാൻ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. താങ്ക് യു.